താൻ താൻ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം താൻ താൻ ലഭിക്കും എന്ന് പറഞ്ഞ പോലെയായിരുന്നു കേട്ടോ ഇന്നലെ മസ്താനിയുടെ എവിക്ഷൻ. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ആയിരിക്കും ഇതുപോലൊരു എവിക്ഷൻ എന്ന് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് കോമഡി ആയിരുന്നു ഗൈസ്. ഓരോരുത്തർ ആ റെനയൊക്കെ പുറകിൽ നിന്ന് ചിരിച്ചുകൊണ്ട് വരുന്ന കണ്ടാലുണ്ടല്ലോ, എല്ലാവരും എന്തൊരു കോമഡി ആയിരുന്നു. പിന്നെ ഈ മുഖം മൂടി ഇവർ മനഃപൂർവ്വം ഒളിപ്പിച്ച് വെച്ചത് തന്നെയായിരുന്നു കേട്ടോ. എന്തെങ്കിലും ഒരിക്കലും ഈ മസ്താനി പുറത്ത് പോകുമ്പോൾ അന്നെടുത്ത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരുന്നതായിരുന്നു. കാരണം പ്രവീൺ ഇന്നലെ എയർപോർട്ടിൽ വന്നിട്ട് മസ്താനിയുടെ എവിക്ഷനെ പറ്റി ചോദിക്കുമ്പോൾ പ്രവീൺ പറയുന്നുണ്ട്, ഇവർ ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്ന ഒരു KP നമ്പൂതിരി ബോർഡിൻ്റെ പുറകിൽ ഈ മുഖം മൂടിയിരിക്കുന്നത് പ്രവീൺ കണ്ടിട്ടുണ്ട്. അപ്പം ഉറപ്പായിട്ടും പ്രതികാരം തീർക്കാൻ തന്നെ ആയിരിക്കും ഇതെടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പ്രവീൺ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെയാണ് സത്യം പറഞ്ഞ ഇത്ര എപ്പിസോഡ് കണ്ടിട്ട് ആര്യനോട് കുറച്ചെങ്കിലും ഒരു ഇഷ്ടം തോന്നിയത് ഇന്നലെയാണ് കേട്ടോ. ഇന്നലെ ആര്യൻ പൊളിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. കാരണം അപ്പാനി പോയപ്പോൾ മസ്താനിയുടെ തുള്ളലും ചാട്ടവും നമ്മുടെ ഈ മസ്താനിയെ പറഞ്ഞത് അത്ര നല്ല കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരാളെ വിക്ഷനായിട്ട് പോയപ്പോൾ കിടന്ന് തുള്ളിച്ചാടിയപ്പോൾ അന്ന് ബിന്നി പറയുന്നുണ്ട്, നീ അധികം തുള്ളിച്ചാടുമൊന്നും വേണ്ട, നീയും അത്ര നല്ല ആളല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മസ്താനി പറയുന്നുണ്ട്, ആ ബിന്നി നീ പാക്ക് ചെയ്ത് വെച്ചോ, അടുത്ത നീ ആളെന്ന്. ഇത് തിരിച്ചടിച്ച പോലെയാണ് കേട്ടോ നമ്മുടെ മസ്താനി ഇന്ന് പുറത്തേക്ക് പോയേക്കുന്നത്. എന്തായാലും ഒരുപാട് കാത്തിരുന്നത് എവിക്ഷനായി പോയി കേട്ടോ. അപ്പോൾ ഇന്നലെ എയർപോർട്ടിൽ വന്നിറങ്ങിയ സീനൊക്കെ കണ്ടായിരുന്നു. മാസ്കൊക്കെ വെച്ചിട്ട് ആർക്കും ഫേസ് കൊടുക്കുന്നൊന്നുമില്ല. പിന്നെ പറയുന്നുണ്ട് ഗൈസ്, മസ്താനിക്ക് പുറത്തിറങ്ങിയിട്ട് ചൂടോടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ ഓനി എന്നെ പറഞ്ഞതും അത്ര നന്നായിട്ടൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എവിക്ഷൻ ആയത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ലാലേട്ടനും ഒന്ന് ഊക്കി തന്നെയാണ് കേട്ടോ വിട്ടത്. എന്തൊരു തള്ളാണ് എൻ്റെ മസ്താനി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചു, നെവിൻ മാത്രമാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇച്ചിരി നല്ല ആളായിട്ട് നിന്ന്. സാധാരണ നെവിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കാറെന്ന് തോന്നുന്നു. എന്തായാലും ഇന്നലെ ആര്യൻ പൊളിച്ചു. അപ്പോൾ കേരളക്കര കാത്തിരുന്ന മസ്താനിയുടെ എവിക്ഷൻ എന്നും ഓർക്കും. ഈ ട്രോളെല്ലാം മസ്താനി എങ്ങനെ സഹിക്കുമോ എന്തോ അല്ലേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.